അടിപൊളിയായിട്ടുണ്ട്. ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടുത്തെ സ്ഥലം എന്നൊക്കെ പറഞ്ഞാൽ വീടും മതിലൊക്കെ കാണാനായിട്ട് വേറെ ലെവലാണ്. നമ്മുടെ അക്കോമഡേഷൻ നോക്കി ഈ കമ്പും പോലും അതുപോലെ പള്ളിപ്പെരുന്നാളിനൊക്കെ പോകുമ്പോൾ ഇതേ സൂ. ഹലോ ഗൈസ്, പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്താ പറയുക, ഒരു സ്പെഷ്യൽ ഡേ ആണ്. ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒത്തിരി നാളുകൾക്ക് ശേഷം ഒന്ന് കറങ്ങാനായിട്ട് പോവാം, ടൂർ പോവാം. മൈസൂർ പോകാനായിട്ട് 3 ദിവസത്തെ ട്രിപ്പ് പ്ലാൻ ചെയ്തേക്കാം. ബസ്സിലായാണ്, രാവിലെയാണ്, ഒത്തിരി ഉറക്കം പറയാൻ പാടില്ല. ആൾക്കാർ വന്ന് ചെവിക്കിൽ നോക്കി അടി കിട്ടും. ഇനി ബാക്കി വീഡിയോ എടുക്കുമ്പോഴത്തേക്കും പാട് കാണും. അപ്പം നമ്മൾ രാവിലെ ഇപ്പം ഞാൻ ഓർത്തു അവിടെ ചെന്ന് കഴിയുമ്പോൾ എടുക്കാന്ന്. പക്ഷെ നോക്കി, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. നമ്മുടെ മുത്തങ്ങ ഫോറസ്റ്റിന്റെ ഇടയ്ക്ക് പോയപ്പോഴും അത് കഴിഞ്ഞൊക്കെ വന്നപ്പോൾ വൺ വ്യൂ. കുറേ നാളത്തെ ആഗ്രഹമാണ്. നമ്മൾ ഇവിടെ കണ്ടിട്ട് നമ്മൾ മൈസൂരൊന്നും വന്നിട്ടൊന്നുമില്ല. അപ്പം അങ്ങനെ നമ്മൾ ഒത്തിരി നാൾ മുമ്പ് ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ട് കഴിഞ്ഞാൽ ഒന്നും പരിപാടികൾ നടക്കില്ല. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സ് മുഖാന്തരം, എനിക്ക് അറിയാവുന്ന ഒരു ഏജൻസി ഉണ്ട്, യാസ് ട്രാവൽസ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവര് മുഖാന്തരമാണ് നമ്മളിത് ഇങ്ങോട്ട് പോകുന്നത്. 4 ദിവസത്തെ പാക്കേജ് എടുത്തിട്ടാണ് പോകുന്നത്. അപ്പം നമ്മുടെ ഇത്രയും നാളത്തെ ആഗ്രഹം നടക്കാൻ വേണം. വൈഫിനെ കൊണ്ടുവരാൻ പറ്റില്ല, അത് കാരണം അവൾ ഇച്ചിരി പിണങ്ങി നിൽക്കുക. കാരണം ഞങ്ങൾക്ക് ഒരുമിച്ച് ഒരേ സ്കെഡ്യൂൾ കിട്ടാറില്ല. അപ്പൊ ഈ 4 ദിവസത്തേക്ക് ഒരുമിച്ച് ഗ്യാപ്പ് കിട്ടാറില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളിത് ഇനി നമുക്ക് പാലസിലേക്ക് പോകാം. അപ്പൊ നമ്മളിത് എൻട്രൻസ് കടന്നു. ഇത് ഇനിയാണ് നമ്മുടെ വ്യൂ. എന്റെ പൊന്നെ, ഒരു രക്ഷയില്ല. കൊറേ ഡ്രസ്സൊക്കെ ആയിട്ട് ഇവിടെ വല്ല വന്ന് മാറാൻ പറ്റിയായിരുന്നു. ഞാൻ ഫോട്ടോഷൂട്ട് എടുത്ത് തകർത്താനെ. അടിപൊളിയായിട്ടുണ്ട്. ഒരു രക്ഷയില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ ഇങ്ങനെ ഡൽഹിയിലൊക്കെ പോയിട്ടുണ്ട്, അല്ലാതെ ഡൽഹി ഞാൻ പോയിട്ടുണ്ടോന്ന് തോന്നുന്നു. പിന്നെ ഗോവ, ഇത് ഒത്തിരി ഞാൻ കറങ്ങിയിട്ടൊന്നുമില്ല. പക്ഷെ ഇത് വൺ ഡ്രീമാണ്. ഒരു രക്ഷയില്ല ഫോട്ടോഷൂട്ടിനൊക്കെ. ഇപ്പൊ നമുക്ക് അങ്ങനെയൊക്കെ പോയി ഫോട്ടോ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. എന്റെ പൊന്നെ, ഈ ടിപ്പു സുൽത്താൻ എന്തൊക്കെയാണ് കാണിച്ചു വെച്ചേക്കുന്നത്. നിങ്ങള് കണ്ടവർക്ക് ഉറപ്പായി അത്ഭുതം ഉണ്ടാവും. കാരണം ആ കാലഘട്ടത്തിലൊക്കെ ഇങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാക്കി കിളി പോകും. രക്ഷയില്ല. സത്യം പറഞ്ഞാൽ ഞങ്ങളെ കിളി പോയി നിൽക്കുകയാണ്. എന്റെക്കാളും ഇവൻ ഒരു അഡ്വക്കേറ്റ് ഇവന്റെ കിളി പോയിട്ട് റിസോർട്ടിന്റെ വീഡിയോയും സംഭവങ്ങളും നമ്മൾ കാണിച്ചു തരാം. എന്താ പൊന്നെ, ഒരു രക്ഷയില്ല. അമേസിങ്. ഒരു രക്ഷയില്ല എന്റെ പൊന്നെ. മതി അതിൻ്റെ അകത്ത് എന്താണ് റൂം കാണുന്ന റൂം വേറെ ലെവല്. നമ്മൾ അതിൻ്റെ അകത്ത് ബാത്റൂം കണ്ടു കഴിഞ്ഞാൽ അവിടെ കിടന്നുറങ്ങാൻ തുടങ്ങും. വൻ ആംബിയൻസ്. നോക്കി, ഇത് ഈ വീഡിയോ കാണുന്ന പോലെയൊന്നും അല്ല കേട്ടോ. വേറെ ലെവലാണ് ഈ സ്ഥലം. റിസോർട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പൊന്നെ, ഇവരുടെ നോക്കി വൻ റൂംസ് എന്ന് പറഞ്ഞ വൻ റൂംസ് ആണ്. ബാച്ചിലേഴ്സ്, നമുക്ക് പച്ച അന്തരീക്ഷം, നല്ല ക്ലൈമറ്റ്, ഒരു രക്ഷയില്ലാതെ നമ്മുടെ റൂംസ് വേറെ ലെവലാണ്. അതാണ് ഏറ്റവും വലുത്. അപ്പം നമുക്ക് ഇവരുടെ ആണെങ്കിൽ 3 ദിവസം നമുക്ക് ഫുൾ നമുക്ക് ട്രിപ്പായിരിക്കും. ഇനി രാവിലെ പോവുക, കറങ്ങുക, മാക്സിമം എൻജോയ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇനി വരത്തുള്ളൂ. ഇനി നമ്മൾ ടൂർ കഴിഞ്ഞ് ഇനി പോവുകയാണെങ്കിൽ ഫാമിലിയിലൂടെ അല്ല വരാൻ പറ്റൂ. കാരണം ഈ വൈഫും ബിന്നിയൊന്നും ഇനി ഒരിക്കലും സമ്മതിക്കില്ല തന്നെ വരാനായിട്ട്. അപ്പം മാക്സിമം ഇവന്മാരോടുള്ള ടൈമിൽ എൻജോയ് ചെയ്യാനായിട്ടാണ് ഞങ്ങളുടെ പ്ലാനിങ്. പൊന്നു ഗായ്സ്, ഒരു രക്ഷയില്ല കേട്ടോ. നമ്മുടെ അക്കോമഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ്. നമ്മൾ യാസ് ട്രാവൽസുമായിട്ട് പോയതായിരുന്നു. മോനെ, വേറെ ലെവലാണ് നമ്മുടെ അക്കോമഡേഷൻ. നോക്കി, ഇവിടുത്തെ റെസ്റ്റോറൻ്റ് ആണിത്. അതും ഭയങ്കര ഹൈ ലെവൽ. നമ്മളെ ഇത് പാക്കേജ് ഒന്നും അല്ല കേട്ടോ. ഒത്തിരി നമുക്ക് ആർക്ക് വേണമെങ്കിലും നമുക്ക് പോകാവുന്നുള്ളൂ. എന്താണേലും ഞാൻ കുറേ നാളുകളായിട്ട് എനിക്ക് ചെയ്യാവുന്നതിൽ ഏറ്റവും വലിയ കാര്യം ഇപ്പം ചെയ്തേക്കണേ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നല്ലൊരു പാക്കേജ് എടുത്ത് തന്നത്. എനിക്ക് ആപ്പാടെ വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ബിന്നിയെ കൊണ്ടുവരാൻ പറ്റിയില്ല. ബിന്നി, മമ്മി, പപ്പ, ചേട്ടൻ, അങ്ങനെ അവരെ ആരെയും കൊണ്ടുവരാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഇവിടുത്തെ നൈസായിട്ടുള്ളൊരു ക്യൂട്ട് പൂള് നന്നായിട്ടുണ്ട് കേട്ടോ. എന്താണെങ്കിലും ഇപ്പം ഞാൻ പൂളിൽ ചാടുന്നില്ല, കാരണം കുളിച്ചതേ ഉള്ളൂ കുറച്ച് നേരം മുമ്പ്. അപ്പോൾ കുറച്ച് നേരം ഇനിയിപ്പോൾ നാളെ ഇപ്പോൾ 2 ദിവസം ഉണ്ടല്ലോ, അപ്പോൾ അത് കഴിഞ്ഞിട്ടാവും ഗായ്സ്. അപ്പം നമ്മൾ ഇന്നത്തെ ദിവസം
ഇന്നത്തെ നമ്മൾ പരിപാടികൾ തുടങ്ങുവാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കണ്ട് നമ്മുടെ കിളി പോയി. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഇതേ അവന്മാർ ഫോർക്കും നമ്മുടെ നാട്ടിൽ മറ്റേ പിന്നെ എവിടെ ചെന്നാലും അതിൻ്റെ ഇരുത്ത് കാണിക്കുമെന്ന് പറഞ്ഞ പോലെ ആയിരിക്കും. പക്ഷെ നല്ല കിടിലം ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഇനിയിപ്പോൾ നമ്മളിനിയിപ്പോൾ എങ്ങോട്ടാ പോണേ രാവിലെ? ശ്രീരംഗപട്ടണം പോവാണ്. അതെ അവന്മാര് ഈ കമ്പും കോലും എടാ സമയം ഇത് മറ്റന്നാൾ എടുക്കണം. ഈ സാധനം കണ്ടു കഴിഞ്ഞപ്പോ എങ്ങനെയെങ്കിലും വീഡിയോ എടുക്കണം, ഫോട്ടോ എടുക്കണം. നാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ കൂട്ടുകാരെ ഓരോന്ന് കാണിക്കണം. നമ്മളവിടെ പോയിട്ട് ഇത് കാണിച്ചു. ഇതൊക്കെ ഏതൊക്കെയോ പഴയ കാലത്തുള്ള പെട്ടിയാന്ന് തോന്നുന്നു. ഇപ്പൊ എന്താണെങ്കിലും ഇന്ന് ഞങ്ങൾ രാവിലെ യാത്ര തുടങ്ങുക. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം മൈസൂരിൽ ഇറങ്ങാനായി ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. ഞങ്ങളുടെ ഡ്രൈവറിന്റെ പേരാണ് വാൽമീകി. അദ്ദേഹം രാവിലെ കുളിച്ച് കുട്ടപ്പനായിട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ ആദ്യം ടെമ്പിളിന്റെ പേരാണ് ചാമുണ്ടേശ്വരി ടെമ്പിൾ, അല്ല മൈസൂരു. അപ്പൊ അങ്ങോട്ട് നമ്മൾ പോവുകയാണ്. ചാമുണ്ടേശ്വരി ആണോ? ദേവി വൈലം മാറിപ്പോയി കേട്ടോ. എന്താണെങ്കിലും അത് ഗൈസ് നമ്മള് എൻജോയ് ചെയ്യാന്നുള്ളൂ. ഇച്ചിരി പേര് മാറിയാൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം. മണ്ടന്മാരെ അറ്റ്ലീസ്റ്റ് ഞാനേ ആ +2 നീ ഓർക്കണം. ഞാൻ സ്ഥിരം പറയുമ്പോ ഞാൻ പറയല്ലേ എന്റെ നാടകം ഞാൻ തെറ്റിച്ചേ. ഇവനായിരുന്ന ഡയറക്ടർ. അപ്പൊ മറ്റേ കയ്യിൽ എഴുതിക്കൊണ്ട് വന്നിട്ട് ഡയലോഗ് വായിച്ചത് അതിന് കയ്യായിട്ട് എഴുതിക്കൊണ്ട് വന്നിട്ടാണ് വന്നിട്ട് അതെ എന്ന് പറഞ്ഞിട്ട് ഡയലോഗ് പറഞ്ഞ് പിള്ളേരൊക്കെ കൂവി. ഗോഡ് ഫാദറിന്റെ ക്ലൈമാക്സിൽ മറ്റേ മുകേഷ് ഒരു ടൗൽ ഇങ്ങനെ പിടിച്ചിട്ട് പോയല്ലേ, അതുപോലെ ഞാനും രൂപയൊക്കെ കൂടിയിട്ട് ടൗണിൽ ടൗലൊക്കെ പിടിച്ച് പെമ്പിള്ളേരൊക്കെ നോക്കി അവസാനം അന്ന് ഡയലോഗ് തെറ്റിച്ച് അവൻ മാത്രം ഇന്ന് സീരിയലിലും വന്നു. അന്ന് വൃത്തിയായിട്ട് ഡയലോഗ് പറഞ്ഞ ഞാനൊക്കെ അടുക്കളയിലും ഇരിക്കുന്നു. ഓരോരോ ഗതികേട്. എന്നിട്ട് അവരെന്നിട്ട് അറ്റ്ലീസ്റ്റ് പറയാ, നീ അറ്റ്ലീസ്റ്റ് നിനക്ക് ഡയലോഗെങ്കിലും പഠിച്ചിട്ട് വരണ്ടത്. അതുപോലെ ഈ സ്ഥലം വന്നു കഴിയുമ്പോഴത്തേക്ക് നിങ്ങള് അറ്റ്ലീസ്റ്റ് പേരെങ്കിലും പഠിച്ചിട്ട് വരല്ലേ എന്ന് പറയും. നമ്മള് ഒരു ഓണത്തിന് വേണ്ടി പോകുന്നയാ. ഒരു മാസം ക്ലാസ് കട്ട് ചെയ്ത് ട്രെയിനിങ്ങിന് നാടകത്തിന്റെ റിഹേഴ്സലിന് വന്നിട്ട് എല്ലാം പഠിച്ച് സെറ്റായിട്ട് സ്റ്റേജിൽ കയറിയിട്ട് പറ്റിയതാണ്. അത് ഏറ്റവും ട്വിസ്റ്റ് പറയാൻ പോയപ്പോഴാണ് തെറ്റിപ്പോയത്. അതാ ആൾക്കാർ നോട്ട് ചെയ്തത്. അതോടെ കൈ പോയി ഗായ്സ്. പക്ഷെ എന്റെ മെയിൻ ആയിട്ട് എന്റെ മറ്റേ ഞാൻ നോക്കിക്കൊണ്ടിരുന്ന പെങ്കൊച്ചു മുകളിലുണ്ടായിരുന്നു. നീ ഓർക്കുന്നുണ്ടോ അവര് തിരുവാതിര കളിക്കാൻ? അപ്പൊ ഞാൻ പെൺകുട്ടികളെ നോക്കാറില്ല. അമ്മാന് നാണം വരുന്ന സുഹൃത്തുക്കളെ, അമ്മാന് നാണം വരികയാണ്. ഇവിടെ അമ്പരചിപ്പികളൊന്നും ഇല്ല കേട്ടോ, സാധാരണ ചെറിയ വീടുകളാണ്. പിന്നെ ഇത് ഒരു വിറ്റെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്നലെ ഒരു 6:30-7 മണിയൊക്കെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനാണെങ്കിൽ നമ്മള് താമസിച്ച മുറിയുടെ തൊട്ട് താഴെ മാന് വന്നേക്കാം. അപ്പൊ അവര് പറഞ്ഞു ഇടയ്ക്ക് ഇവിടെ മാന്, പുലി, കടുവയൊക്കെ വരാറുണ്ട്. പോലീസ് വരില്ല എന്ന് ഗ്രില്ലടിക്കായിരുന്നു. കാരണം അതിന്റെ അകത്തോടെ മാനിന് അങ്ങനെ പെട്ടെന്ന് ചാടി പോകാൻ പറ്റില്ല. പക്ഷെ ഇത് ഒത്തിരി ഏക്കറുണ്ടല്ലോ ആ സ്ഥലം. ഭയങ്കര. മാത്രമല്ല ഇവിടെ ഒരു ചായക്കട പോലും ഇല്ല. ഇവര് നമ്മള് അമ്പാൻ വീറടിച്ചിട്ട് രാത്രി മുയലിനെ പിടിക്കാൻ പോലെടുക്കും. കടുവ പിടിക്കാതെ ഭാഗ്യം. മുയലിനൊക്കെ ഉണ്ടായിരുന്നോ? ഇവിടെ ഈ പോണ വഴിക്ക് ഇഷ്ടം പോലെ മാനും സാധനങ്ങളൊക്കെ ഉണ്ട്. ഇവിടത്തെ ഒരു വിറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ചുമ്മാ പ്ലെയിൻ റൈസ് അച്ചാറ് കൂട്ടി കഴിക്കുന്നതിന് 350 രൂപ. 350 രൂപ? 350 രൂപ ഉള്ളൂ. അത്രേ ഉള്ളൂ. പ്ലെയിൻ റൈസ് അച്ചാറ് കിട്ടിയല്ല, ഞാൻ ചുമ്മാ പറഞ്ഞ പ്ലെയിൻ റൈസ്. എന്നാൽ നമുക്ക് പുറത്തുനിന്ന് കഴിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏരിയയിൽ ഇങ്ങനെ ഇനി ഒരു 80 കിലോമീറ്ററിന് ചുറ്റളവിൽ കടകളൊന്നുമില്ല. കാടും വനാന്തരങ്ങളിലൂടെയുള്ള ആ യാത്ര ആദിവാസി കോളനികളുണ്ട്. അവിടെ ചെന്നിട്ട് നമ്മള് ഇവരുടെ ടൗണിൽ നിന്ന് വന്നിട്ട് വീണ്ടും മലകളും കാടുകളും കണ്ട് ഞങ്ങൾ ഞെട്ടിപ്പോയി. ഞങ്ങൾ മൈസൂരിലേക്കുള്ള യാത്രയിൽ ലക്ഷ്യം വെച്ച് പോവുകയാണ്. നോക്കി ഇവിടുത്തെ ഓരോരോ വീടുകളൊക്കെ, ആ വീടിന്റെ ആ മതില് വരെ ഇരിക്കുമ്പോൾ ആ ബ്യൂട്ടി നോക്കി ഒരു രക്ഷയില്ല. അതായത് നമ്മുടെ അവിടെ കാണാത്ത ടൈപ്പ് ഫ്രെയിമാണ് ഇവിടെ ഇറങ്ങി ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം ഇതൊരു എന്താ പറയണ റൂറൽ ഏരിയ ആണ്. ഇവിടുത്തെ ആളുകളുടെ കൾച്ചറും കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. ഞങ്ങള് ജസ്റ്റ് വെള്ളം മേടിക്കാൻ വേണ്ടി നിർത്തിയതാ. പക്ഷെ ഒരു രക്ഷയില്ലാത്ത ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഇവിടേക്ക്. നമ്മൾ ഒരു ദിവസമൊക്കെ താമസിച്ചു കഴിഞ്ഞാലും എന്താ ഭയങ്കര അകത്തൊക്കെ നിലത്തൊക്കെ ആയിരിക്കും കിടക്കുന്നത്, പായതൊക്കെ ആയിരിക്കും. നമ്മള് പുറത്തിറങ്ങാം.
നിങ്ങൾ നോക്കി ഇവിടുത്തെ സ്ഥലം എന്നൊക്കെ പറഞ്ഞാൽ ഈ വീടും മതിലൊക്കെ കാണാനായിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇവര് അതുകൊണ്ട് ഇവിടെ എല്ലാവരും കല്ല് വെറുതെ വെച്ചിട്ടുള്ളൂ. ഇവിടെ എന്തൊക്കെ സിമെന്റ് ആണോ മണ്ണ് എന്തോ വെച്ചിട്ടുണ്ട്. അവിടെയൊക്കെ കണ്ടോ, അതൊക്കെ കാണാൻ എന്ത് ഭംഗിയാന്നൊക്കെ ആ ഫ്രെയിം കാണാനായിട്ട്. നമ്മൾ എന്തെങ്കിലും മൂവിക്കോ അങ്ങനെയൊക്കെ ഫ്രെയിം വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിരിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ വീടാ. ഇതൊരു ഭയങ്കര ചിലപ്പോ താമസിക്കുന്നുണ്ട്, പക്ഷെ നിലത്തൊക്കെ ആയിരിക്കും കിടക്കാൻ പറ്റൂ, പക്ഷെ അടിപൊളിയായിരിക്കും സാധനം. ഇടയിലേക്കുള്ള വഴി ഇതൊക്കെ ഭയങ്കര. ഇത് നമ്മൾ ഇതിൽ ഫ്രെയിമിൽ കാണുമ്പോൾ എത്ര ഭംഗിയുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇത് നമ്മൾ നേരിട്ട് ഇത് കാണുമ്പോൾ ഭയങ്കര. ആ റോഡൊക്കെ നോക്കി അതിന്റെ അകത്തോടെ ഉള്ള നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നുണ്ട് ഗൈസ്, ഞാനൊന്ന് സൂം ചെയ്യാം കേട്ടോ. അതുണ്ടോ, ഇതിങ്ങനെ ഇടവഴി ഇങ്ങനെ ഇങ്ങനെ പോയേക്കാൻ. നമുക്കിവിടെ കാണുന്ന എല്ലാം വണ്ടറിങ്ങാണ്, കാരണം നമ്മളെ നാട്ടിലൊരു ഇതല്ല. ഇത് നമ്മുടെ വണ്ടി കേട്ടോ, നമ്മുടെ മുത്തുമണീനെ കാണിച്ചു തരാം കേട്ടോ. ആണ് നമ്മുടെ സ്പിൽബർഗ് ബ്രോ. നമ്മുടെ വണ്ടി ഓടിക്കുന്ന പുള്ളിയാണ്. പുള്ളി അടിപൊളിയാണ്. നമ്മൾ അങ്ങനെ നമ്മുടെ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിന്റെ അടുത്ത് വന്നിരിക്കുകയാണ്. അപ്പൊ ഇവിടേക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇഷ്ടം പോലെ എനിക്കിങ്ങനത്തെ ഈ കുതിര, ആന, മൃഗങ്ങളോട് ഭയങ്കര സ്നേഹമായിരുന്നു. ഇങ്ങനത്തെ സാധനങ്ങൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഓൾറെഡി താഴെ ഒരു സൈക്കിൾ കണ്ടുവച്ചിട്ടുണ്ട് ചെറുത്. ഇതിനെല്ലാം ഞാൻ വീട് ചെയ്യുമ്പോൾ കേൾക്കും. പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് പോരുമ്പോൾ ഞങ്ങള് ഇടുക്കിക്കാരായെങ്കിലും അവിടെ ഈ മലകളും കുന്നുകളും അങ്ങനെയുള്ള ഏരിയകളാണല്ലോ, അപ്പൊ നല്ല വ്യൂ ആണ്. പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പോൾ ഈ നമ്മുടെ ഊട്ടിയിലും കൊടൈക്കനാലൊക്കെ പോരുന്ന പോലത്തെ ഒരു വഴിയും അതുപോലെ നല്ല കിടുവായിട്ടുള്ള വ്യൂസും അങ്ങനെ അടിപൊളിയാണ്. അപ്പൊ ഇവിടെ നമ്മള് ഈ അമ്പലത്തിന്റെ ഇങ്ങോട്ട് തന്നെ വരുമ്പോ തന്നെ നല്ലൊരു ആംബിയൻസാണ്. അപ്പൊ നമുക്ക് എന്തോ ഒരു സാധനം കിട്ടും. അപ്പൊ നമ്മുടെ യാസ് ടൂർസ് ആണ്, അവരാണ് ടൂർസ് ആൻഡ് ട്രാവൽസ് ആൾക്കാരാണ്. നമുക്ക് ഫുൾ എല്ലാം കോർഡിനേറ്റ് ചെയ്ത് നമുക്ക് ഇങ്ങോട്ട് വരാനുള്ളതും ഫുൾ അവരെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഭയങ്കര സിമ്പിളാണ്. ആദ്യം ഞാൻ വിചാരിച്ചു നാട്ടിൽ നിന്ന് ഞാൻ വണ്ടി എടുത്തിട്ട് പോകുന്നല്ലോ, അപ്പൊ ഇത്രയും ട്രാവൽ ചെയ്ത് പിന്നെ ഇങ്ങനെയൊക്കെ കറങ്ങി നടക്കുമ്പോഴത്തേക്കും സുഖമാവില്ല. അപ്പൊ റൂംസ് ആണെങ്കിലും നമ്മൾ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കറിയില്ലല്ലോ, അപ്പൊ ഇവരെ തന്നെ അറേഞ്ച് ചെയ്തേക്കണം വൺ ബെസ്റ്റ് ആണ്. അപ്പം എന്താ പറയാ, ഭയങ്കര നമുക്കൊരു പോസിറ്റീവ് ആയിരുന്നു ഈ ട്രിപ്പ്. നമുക്ക് ഇതുവരെ നമുക്ക് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സാധനം പോലും വന്നിട്ട് ഞങ്ങൾക്ക് അടിച്ചു പൊളിച്ചിട്ടുണ്ട് എല്ലാവരും. പണ്ട് ഈ അമ്പലത്തിലും ഉത്സവമൊക്കെ ഇല്ല, ഉത്സവം അതുപോലെ പള്ളിപ്പെരുന്നാളിനൊക്കെ പോകുമ്പോഴാണ് ഇങ്ങനെ നമ്മളിങ്ങനെ വെച്ചുപണിയിലൊക്കെ ഫുള്ള് ഇങ്ങനെ നടക്കണേ. അപ്പം അതേ ഒരു സംഭവമാണ് ഇവിടെ വരുമ്പോൾ. ഇഷ്ടം പോലെ ഷോപ്പുകളുണ്ട് നിറച്ച്. പ്രത്യേകിച്ച് പെൺപിള്ളേർക്കൊക്കെ ആണെങ്കിൽ നല്ല കിടിലം ബാഗുകള്, അതുപോലെ എന്താ പറയുക അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട്. ഇത് ജസ്റ്റ് ടെമ്പിൾ മാത്രമല്ല, ഇവിടെ ഒരു ചെറിയൊരു എന്താ പറയുക ഒരു ടൗൺഷിപ്പ് പോലെ ഒരു സംഭവം ഉണ്ട്. ഒരു മലയുടെ മുകളിലാണ് ഈ സംഭവം. നല്ല എന്താ പറയണ, നല്ല അഫോർഡബിൾ പ്രൈസിലുള്ള കുറെ കരകൗശല വസ്തുക്കളും അതുപോലെ പെൺപിള്ളേർക്കൊക്കെ ഉള്ള നല്ല കിടിലം കമ്മലുകളും മാലകളും ഇങ്ങനെ കുറെ സാധനങ്ങളുണ്ട് ഇവിടെ. കൂട്ടുകാരെ, ഇന്നത്തെ ഇവിടുത്തെ ലാസ്റ്റ് ഡേ ആണ്. ഈ പ്രോപ്പർട്ടിയുടെ നമ്മൾ ഇതാണ് റെസ്റ്റോറന്റ്, ഇവിടെ ബാറ്, ഇപ്പം പൂള്, ഇതിന്റെയൊക്കെ ഒരു വ്യൂ നിങ്ങൾ നോക്കി, ഒരു രക്ഷയില്ല. നമ്മൾ ഉറപ്പായിട്ട് ഇവിടെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. പക്ഷെ ഞാനിവിടെ എന്താണെങ്കിലും ഒന്നുകൂടിയും തിരിച്ചു വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മിയും വൈഫിനെയും പപ്പായൊക്കെ ആയിട്ട് ചേട്ടനൊക്കെ ആയിട്ട് നമുക്ക് ഒന്നുകൂടി ഞങ്ങൾക്ക് ഇവിടെ വരണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പൊ എന്താണേലും ഉറപ്പായിട്ടും ഇവിടെ തന്നെ വരും. അതും നമ്മുടെ യാസ് ടൂറിസ്റ്റുമായി ബന്ധപ്പെട്ട് തന്നെ ബുക്ക് ചെയ്തായിരിക്കും വരിക. കാരണം ഇവര് നമുക്ക് ഇത്രയും ഒരു
എന്താണ് ഇത്ര എന്റർടൈൻമെന്റ് ആയിട്ട് നമുക്ക് ഇത്രയും ദിവസങ്ങളിൽ അടിച്ചു പൊളിച്ച് തരാനുള്ള ഒരു പാക്കേജ് ഭയങ്കര എന്താണെന്നറിയോ. ഇപ്പൊ ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ഒരു ചെറിയൊരു പ്രാർത്ഥനാലയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ഇപ്പോഴാണ് കാണുന്നത്. ഈ 2-3 ദിവസം ഉണ്ടായിട്ട് ഇതിന്റെ ഓരോ കോണിൽ ചെന്നാലും ഓരോരോ പുതിയ സാധനങ്ങളുണ്ട്. അപ്പൊ എന്താണെങ്കിലും നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ പാക്കേജും അതുപോലെ ഇങ്ങനത്തെ സംഭവങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് നമ്മുടെ യാസ് ടൂർസിനെ നിങ്ങൾ ബന്ധപ്പെടുക. ഇപ്പൊ ഗൈസ് നമ്മുടെ അടുത്ത സ്ഥലത്ത് നമ്മൾ എത്തിയത് സൂ. നമ്മുടെ മൈസൂരിലെ സൂ ആണ്, ഇതിലെ സൂ ആന്നൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മള് സൂവിലേക്ക് കയറാൻ പോവുകയാണ്. നമ്മൾ വന്ന സമയം മാറിപ്പോ, ഇത് ഉച്ച സമയമാണ്. ഞാൻ വിചാരിച്ച മനുഷ്യന്മാർ മാത്രമായിരിക്കും ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങുള്ളൂ എന്നാണ്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇത് സിംഹവും പുലിയൊക്കെ കിടന്ന് ഉറങ്ങാൻ നമുക്ക് പിള്ളേരെ കൊട്ടി വിളിക്കണ പോലെ പോയി വിളിക്കാൻ പറ്റത്തില്ലല്ലോ, ഇല്ലാതെ കാണിക്കായിരുന്നു. പക്ഷെ ഇന്നലെ ഉണ്ടല്ലോ ഞങ്ങൾ പുറത്ത് വന്നപ്പോൾ ടൈഗറെ നേരിട്ട് കണ്ടു. പക്ഷെ അത് വീഡിയോ എടുത്തു, പക്ഷെ ക്ലാരിറ്റി കിട്ടുന്നില്ല. അത് കുറച്ച് ലോങ്ങിലായ കാരണം ഒന്നും കിട്ടിയില്ല. ഇനി ബാക്കി എന്തൊക്കെയാ ഉള്ളതെന്ന് നമുക്ക് നോക്കാം. സിംഹമൊക്കെ ഭയങ്കര ഉറക്കമാണ്.